ഹലോ ഫ്രണ്ട്സ്, ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് ട്രൈ ചെയ്താലോ? വീട്ടിൽ ദോശമാവൊക്കെ ബാക്കി വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും ഇത്. അതുപോലെ തന്നെ ഇതിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ദോശമാവ് എടുക്കാം. ഇവിടെ 1.5 കപ്പ് ദോശമാവാണ് എടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു സവാള അരിഞ്ഞത് ചേർക്കാം. പിന്നെ ചേർക്കുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് 2 എണ്ണം ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയത് ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ തേങ്ങ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ദോശമാവിൽ ആദ്യമേ ഉപ്പ് നന്നായിട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. കാരണം നമുക്ക് ആവശ്യം കുറച്ചുകൂടി കട്ടിയുള്ള ബാറ്ററാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് തിക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ റൈസ് പൗഡർ ചേർത്തതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവുകയും ചെയ്യുന്നത്. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ബാറ്ററിൽ നിന്നും കുറച്ചായിട്ട് കോരിയിട്ട് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണിലാണ് ഞാൻ എടുക്കുന്നത്. സ്പൂണിൽ കോരിയിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നാൽ നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ബാക്കിയുള്ള ബാറ്ററും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീട്ടിൽ ദോശമാവൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ആരും പേടിക്കേണ്ട. ഇതുപോലെയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്